നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒരൊറ്റ ക്ഷമിച്ച്. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വോയിസ് ആണ് നമ്മൾ കേട്ടത്. അവൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എത്രമാത്രം അപമാനിതനായിട്ടുണ്ടാവും. അവന്റെ വീട്ടുകാരെ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് കളിയാക്കുന്നതും ഒക്കെ അവൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അവൻ ഇങ്ങനൊരു വോയിസ് ഇടണമെങ്കിൽ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആ വോയിസിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ. എൻ്റെ അതിശയം അതല്ല, ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും അല്ലെങ്കിൽ ഒരു ടീച്ചർ പോലും, ഒരു നട്ടലുള്ള ഒരു ആൺകുട്ടി പോലും ആ കോളേജിൽ ഇല്ലേ എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യർ പോലും നിതിൻ രാജിന്റെ വീട്ടിൽ വരികയോ അവനെ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നട്ടലുള്ള ആൺകുട്ടി പോലും ആ കോളേജിൽ ഇല്ലേ? ഇവരാണോ നാളെ ഡോക്ടറായിട്ട് നാടിന് സേവനം ചെയ്യാൻ പോകുന്നത്? ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, മറക്കുന്നു. അക്കാദമിക് പീഡനവും അതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് പുറം ലോകം ഇനിയും അറിഞ്ഞിട്ടില്ല. ഒരുപാട് രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പേടിച്ചിട്ടും നമ്മുടെ ഭാവി എന്താവുമെന്നും തോൽപ്പിക്കുമെന്നൊക്കെയുള്ള പേടി കാരണം ഒരു വിദ്യാർത്ഥി പോലും പുറത്തു പറയാത്തതാണ്. എവിടെ പോയി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ? എവിടെ പോയി വാഗ്ദാനങ്ങൾ വാരിച്ചൊരിയുന്ന രാഷ്ട്രീയക്കാർ? ഒരു മുദ്രാവാക്യം, ഒരു സമരം എവിടെയും കേട്ടില്ല. പ്രബുദ്ധത ഉണ്ടെന്ന വ്യാജേന ജാതി വ്യവസ്ഥ ഇപ്പോഴും കൊടികുത്തി വാഴുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ ജോലിക്ക് മുൻഗണന കിട്ടാൻ ജാതി വേണം, പഠിക്കാൻ സീറ്റ് കിട്ടാൻ ജാതി വേണം, സർക്കാർ ആനുകൂല്യം കിട്ടാൻ ജാതി വേണം, എന്തിന് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ MP ഉള്ള നാടാണ് നമ്മുടെ നാട്. ജാതി ഏതെന്ന് ചോദിക്കുന്ന കോളം ഒഴിവാക്കാൻ, ജാതിയുടെ പേരിലുള്ള സംവരണം ഒഴിവാക്കാൻ ധൈര്യമുള്ള ഏത് മതേതര പാർട്ടി ഉണ്ട് ഇവിടെ? ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ചാനൽ ചർച്ചയ്ക്കും പ്രസംഗിക്കാൻ വരുന്നവർക്ക് എന്തുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല? ഒന്നും ഇവിടെ നടക്കില്ല. ഇതും ഒരു വെറും ന്യൂസായിട്ട് കളയരുത്. ഇനി ഒരു നിതിൻ രാജ് ഇവിടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ തെറ്റ് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ പരസ്യമായിട്ട് കൊടുക്കണം. നമ്മൾ മാറണം. ജാതി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് പറമ്പിലെ വെറും മരം മാത്രമാണെന്ന തലമുറയിലേക്ക് നമ്മൾ മാറണം.